സർക്കാർ സ്ഥാപനങ്ങളിലെ കോടികളുടെ വൈദ്യുതി കുടിശ്ശിക പിരിച്ചെടുക്കണമെന്ന വൈദ്യുതി വകുപ്പിന്റെ ആവശ്യം തള്ളി ധനവകുപ്പ്. വകുപ്പ് മന്ത്രിമാർ തമ്മിൽ ചർച്ച നടത്തിയത് പരാജയമായി. കുടിശ്ശിക പിരിച്ചെടുക്കണമെന്ന ഉറപ്പ് ലഭിക്കാതെ വൈദ്യുതി ധനവകുപ്പ് മന്ത്രിമാരുടെ ചർച്ച അലസി. അതേസമയം പാതി വഴിയിൽ ഉപേക്ഷിച്ച ജലവൈദ്യുത പദ്ധതികളുടെ പുനരാരംഭത്തിനും ചർച്ചയിൽ തീരുമാനമായില്ല. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കാനുള്ള വൈദ്യുതി കുടിശ്ശിക പിരിച്ചെടുക്കണമെന്ന ആവശ്യം ധനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ ഉന്നയിച്ചത്. എന്നാൽ ഈ തുക പിരിച്ചെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കാമെന്ന് ഉറപ്പ് പോലും ധനവകുപ്പ് വൈദ്യുതി വകുപ്പിന് നൽകിയില്ല. വാട്ടർ അതോറിറ്റി മാത്രം 1000 കോടിയിലധികം രൂപ KSEBക്ക് വൈദ്യുതി ബിൽ കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട്. കൂടാതെ സർക്കാർ ആശുപത്രികൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, പോലീസ് സ്റ്റേഷനുകൾ തുടങ്ങിയവയിൽ നിന്നുമടക്കം തുക പിരിച്ചു കിട്ടാനുണ്ട്. 75% വൈദ്യുതിയും പുറത്തുനിന്നാണ് വാങ്ങുന്നത്. കൂടാതെ KSEBിലെ മറ്റു ചിലവുകൾക്കും തുക ആവശ്യമുണ്ട്. നിലവിൽ സർക്കാർ സ്ഥാപനങ്ങൾ നൽകാനുള്ള കുടിശ്ശിക പിരിച്ചെടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും KSEBിലെ സാമ്പത്തിക പ്രതിസന്ധി പിടിച്ചു നിർത്താൻ സാധിക്കും. ഇതിനാണ് കഴിഞ്ഞ കാലങ്ങളിലായി വൈദ്യുതി വകുപ്പ് സർക്കാരിനോടും ധനവകുപ്പിനോടും നിരന്തരം അപേക്ഷിക്കുന്നത്. ഇതിനു പുറമെ ജലവൈദ്യുത പദ്ധതികളും ആരംഭിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടും സാമ്പത്തിക സഹായമില്ലാത്തതിനാൽ മുടങ്ങിക്കിടക്കുകയാണ്. ഇവ പരിഹരിക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. ജനം, തിരുവനന്തപുരം.